Hi everyone, welcome back to my YouTube channel economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇൻ്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ്. ടോപ്പിക്കിൻ്റെ പേര് ഡിറ്റർമിനൻസ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇതൊരു റിക്വസ്റ്റഡ് ക്ലാസ് ആണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ക്ലാസ് യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ക്ലാസ് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ടോപ്പിക്കിൻ്റെ പേര് ഡിറ്റർമിനൻസ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ ക്ലാസിക്കൽ തിയറിയിൽ ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും നിർണ്ണയിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. In the classical model, the factors that determines the level of output and employment are the factors that determine the position of the labor supply and demand curves and the position of the aggregate production function. ക്ലാസിക്കൽ തിയറിയിൽ എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട് എന്നിവയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ലേബർ സപ്ലൈ കർവിൻ്റെ പൊസിഷനും ഡിമാൻഡ് കർവിൻ്റെ പൊസിഷനും അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പൊസിഷനും നിർണ്ണയിക്കുന്നത്. The level of output and employment in the classical model are determined solely by supply factors. ഇപ്പോൾ ക്ലാസിക്കൽ തിയറി സപ്ലൈ ഫാക്ടേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതും സപ്ലൈ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 5 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് ടെക്നോളജി, 2 ക്യാപിറ്റൽ സ്റ്റോക്ക്, 3 പോപ്പുലേഷൻ ഗ്രോത്ത്, 4 മണി വേജ്, 5 റിയൽ വേജ്. ഇപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ടെക്നോളജി ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. The production function shift in the upward direction due to technological change. സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി ഉൽപാദന ധർമ്മം അഥവാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ടെക്നോളജി പറയുമ്പോൾ 2 തരം ടെക്നോളജി ഉപയോഗിക്കുന്ന കമ്പനികൾ ഉണ്ടായിരിക്കാം. ഒന്നെങ്കിൽ ബെറ്റർ ടെക്നോളജി ആയിരിക്കും, അല്ലെങ്കിൽ അത് മോശം ടെക്നോളജി ആയിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും എന്താണ്, അത് നല്ലൊരു ടെക്നോളജി ആയിരിക്കണം, ബെറ്റർ ടെക്നോളജി ആയിരിക്കണം. Better technology improves the productivity of both labor and capital, allowing more output to be produced with the same input. ബെറ്റർ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരേ സമയം ലേബേഴ്സിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയും. അതിൻ്റെ ഫലമായിട്ട് ഒരേ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. An increase in the productivity of labor leads to an increase in the marginal product of labor. ഇപ്പോൾ ലേബേഴ്സിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുകയാണെങ്കിൽ ലേബേഴ്സിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് വർദ്ധിക്കുന്നു. എന്താണ് മാർജിനൽ പ്രോഡക്റ്റ്? മാർജിനൽ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് അഡീഷൻ അല്ലെങ്കിൽ അധികം എന്നാണ്. ഒരു യൂണിറ്റ് ലേബറിന് അധികം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റിൻ്റെ അളവിനെയാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദിസ് വിൽ ഇൻഡ്യൂസ് ദ ഫേം ടു എംപ്ലോയ് മോർ വർക്കേഴ്സ്. ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുകയാണെങ്കിൽ ഫേം എന്ത് ചെയ്യും? കൂടുതൽ വർക്കേഴ്സിന് ജോലി ചെയ്യാൻ താല്പര്യപ്പെടും. അപ്പോൾ ഇതിങ്ങനെയാണ് ടെക്നോളജി ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും സ്വാധീനിക്കുന്നത്. ടെക്നോളജി നല്ലതാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കൂടുന്നു, അതുപോലെ തന്നെ ഔട്ട്പുട്ടും കൂടുന്നു. രണ്ടാമത്തെ ഘടകമാണ് ക്യാപിറ്റൽ സ്റ്റോക്ക്, മൂലധന ശേഖരം. An increase in the stock of capital will result in an upward shift in the production function. ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വർധനവും പ്രൊഡക്ഷൻ ഫംഗ്ഷനെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നു. Thus more output is produced with the same amount of labor. ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റും? ലേബേഴ്സിൻ്റെ അളവിൽ മാറ്റം വരുത്താതെ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. Since the economy is at full employment, instead of increasing employment, real wages rise to reflect higher productivity. ഇനി ഇവിടെ സമ്പദ് വ്യവസ്ഥ ഓൾറെഡി ഫുൾ എംപ്ലോയ്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വർധനവിൻ്റെ ഫലമായിട്ട് എംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കില്ല. പകരം എന്ത് ചെയ്യുന്നു? റിയൽ വേജ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. റിയൽ വേജിലുണ്ടാകുന്ന വർധനവ് ഉയർന്ന ഉൽപാദനക്ഷമതയെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 2 തരം വേജസ് ആണ് വരുന്നത്, മണി വേജും റിയൽ വേജും. മണി വേജ് എന്ന് പറയുമ്പോൾ എംപ്ലോയേഴ്സിന് പണരൂപത്തിൽ ലഭിക്കുന്ന വേതനത്തിനെ പറയുന്ന പേരാണ് മണി വേജ്. ആ മണി വേജ് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവിനെ പറയുന്ന പേരാണ് റിയൽ വേജ്. മൂന്നാമത്തെ ഫാക്ടറാണ് പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ ജനസംഖ്യ വളർച്ച.
In the classical theory, the labor supply curve shifts to the right when the size of the labor force increases, resulting from the growth of population. ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ലേബർ ഫോഴ്സിൻ്റെ അളവിൽ വർധനവ് ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായി ലേബർ സപ്ലൈ കർവ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. Thus, population growth directly affects the labor supply, which in turn influences output and employment. അപ്പോൾ അതുകൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ലേബർ സപ്ലൈനെ ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും സ്വാധീനിക്കുന്നു. ഇനി നാലാമത്തെ ഘടകമാണ് മണി വേജ്. An increase in money wage will result in an increase in the real wages if prices remains constant. മണി വേജ് വർദ്ധിക്കുകയാണെങ്കിൽ റിയൽ വേജിൽ വർധനവുണ്ടാകും. പക്ഷെ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? പ്രൈസ് ലെവലിൽ മാറ്റമുണ്ടാവാൻ പാടുകയില്ല. പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. പ്രൈസ് മാറരുത്. ഡ്യൂ ടു ദി ഹയർ ലേബർ കോസ്റ്റ് ഫേസ്ഡ് ബൈ ദ ഫേംസ് ആസ് മണി വേജസ് റൈസ്, ഫേംസ് ആർ ലൈക്ലി ടു റെഡ്യൂസ് എംപ്ലോയ്മെൻറ്റ്. മണി വേജ് കൂടുകയാണെങ്കിൽ ഫേംസിൻ്റെ ലേബർ കോസ്റ്റാണ് വർദ്ധിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഫേംസ് എന്താ താല്പര്യപ്പെടുന്നത്? എംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക. ഔട്ട്പുട്ട് മേ ഫാൾ സ്ലൈറ്റ്ലി ഇൻ ദി വെരി ഷോർട്ട് റൺ. എംപ്ലോയ്മെൻറ്റ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് ഷോർട്ട് റണ്ണിൽ ചെറിയ തോതിൽ ഔട്ട്പുട്ടിലും കുറവ് സംഭവിക്കുന്നു. അപ്പോൾ മണി വേജ് കൂടുകയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റും കുറയും, അതുപോലെ തന്നെ ഔട്ട്പുട്ടും കുറയും. അഞ്ചാമത്തെ ഫാക്ടറാണ് റിയൽ വേജസ്. റിയൽ വേജസ് എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റിനെയും ഔട്ട്പുട്ടിനെയും സ്വാധീനിക്കുന്നത്? ഇൻ ദി ക്ലാസിക്കൽ തിയറി, ദ റിയൽ വേജ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ ഡിറ്റർമിനിങ് എംപ്ലോയ്മെൻറ്റ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് എഫക്റ്റ് ഔട്ട്പുട്ട് ഇൻ ദി ലോങ് റൺ. ക്ലാസിക്കൽ തിയറിയിൽ എംപ്ലോയ്മെൻറ്റ് നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് റിയൽ വേജ് ആണ്. പക്ഷേ ലോങ് റണ്ണിൽ ഔട്ട്പുട്ടിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നില്ല. An increase in real wage will shift the labor supply curve to the right, and a decrease in the real wage will shift the labor supply curve to the left. റിയൽ വേജ് വർദ്ധിക്കുകയാണെങ്കിൽ ലേബേഴ്സിൻ്റെ സപ്ലൈ കർവ് വലതുവശത്തേക്കും, റിയൽ വേജ് കുറയുകയാണെങ്കിൽ ലേബേഴ്സിൻ്റെ സപ്ലൈ കർവ് ഇടതുവശത്തേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. എ റൈസ് ഇൻ ദ പ്രൈസ് ലെവൽ ഷിഫ്റ്റ് ദ ലേബർ സപ്ലൈ കർവ് ടു ദ ലെഫ്റ്റ്. പ്രൈസ് ലെവൽ കൂടുകയാണെങ്കിൽ ലേബേഴ്സിൻ്റെ സപ്ലൈ കർവ് ഇടതുവശത്തേക്ക് മാറും. മണി വേജ് റിമൈനിങ് ദ സെയിം, ലെസ് ലേബർ ഈസ് സപ്ലൈഡ് ബിക്കോസ് അറ്റ് ദ ഹയർ പ്രൈസ് ലെവൽ എ ഗിവൺ മണി വേജ് കറസ്പോണ്ടൻസ് ടു എ ലോവർ റിയൽ വേജ്. ഇനി ഇവിടെ പറയുന്ന ഒരു അസംഷനാണ് മണി വേജ് സ്ഥിരമാക്കി നിർത്തുന്നു. മണി വേജ് സ്ഥിരമാകുന്ന സമയത്ത് ലേബർ സപ്ലൈ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? മണി വേജിൽ മാറ്റമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൈസ് ലെവൽ കൂടുകയാണെങ്കിൽ റിയൽ വേജ് കുറയും. എ fall in the price level shift the labor supply curve to the right. ഇനി പ്രൈസ് ലെവൽ കുറയുകയാണെങ്കിൽ ലേബേഴ്സിൻ്റെ സപ്ലൈ കർവ് വലതുവശത്തേക്ക് മാറും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മണി വേജ് റിമൈനിങ് ദ സെയിം, മോർ ലേബർ ഈസ് സപ്ലൈഡ് ബിക്കോസ് അറ്റ് ദ ലോവർ പ്രൈസ് ലെവൽ എ ഗിവൺ മണി വേജ് കറസ്പോണ്ട്സ് ടു എ ഹയർ റിയൽ വേജ്. മണി വേജ് സ്ഥിരമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൈസ് ലെവൽ കുറയുകയാണെങ്കിൽ ലേബേഴ്സിൻ്റെ സപ്ലൈ കൂടുകയാണ് ചെയ്യുക. കാരണം പ്രൈസ് ലെവൽ കുറവായതുകൊണ്ട് റിയൽ വേജ് കൂടുതലായിരിക്കും. If the increase in the money wages and price level are proportional, the quantity of labor supplied will not change because the real wage remains constant. പ്രൈസ് ലെവലിലും മണി വേജിലും ഉണ്ടാകുന്ന വർധനവ് ആനുപാതികമാണെങ്കിൽ ലേബർ സപ്ലൈയിൽ മാറ്റമുണ്ടാവില്ല. കാരണം എന്താണ്? റിയൽ വേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അവിടെ റിയൽ വേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് എന്തിന് മാറ്റമില്ലാത്തത്? ലേബേഴ്സിൻ്റെ സപ്ലൈയിൽ മാറ്റമില്ലാത്തത്. അപ്പോൾ ഇത്രയാണ് ക്ലാസിക്കൽ തിയറിയിൽ എംപ്ലോയ്മെൻറ്റിനെയും ഔട്ട്പുട്ടിനെയും നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. താങ്ക് യു.